ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് അഡീഷണലായി വരുമാനമെല്ലാം വരുന്നതിന് വേണ്ടി നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഫീച്ചറാണ് അഫിലിയേറ്റ് പ്രോഗ്രാം എന്നത്. അഫിലിയേറ്റ് ലിങ്ക്സ് എല്ലാം കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ വരുമാനമെല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ പോപ്പുലറായ ചില ചാനലുകളെല്ലാം തന്നെ അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അവർ അവരുടെ വീഡിയോയിൽ അൺബോക്സ് ചെയ്യുമ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നും ആരെങ്കിലും ഇത്തരത്തിൽ പ്രൊഡക്ട്സ് എല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം നല്ല രീതിയിലുള്ള വരുമാനമെല്ലാം നേടാനുള്ള നല്ല ഒരു അവസരമാണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു അവസരം ഇത് ഏതെല്ലാം ചാനലുകൾക്കാണ് ലഭിക്കുന്നത്, അതുപോലെ ഏതെല്ലാം ചാനലുകൾക്ക് ലഭിക്കുന്നില്ല, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. അതുപോലെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നമുക്ക് ബോണസ് ഡോളർ എല്ലാം ലഭിക്കും. അതായത് നമുക്ക് നിലവിൽ ലഭിക്കുന്ന നമ്മുടെ ഈ പ്രൊഡക്റ്റ് എല്ലാം ടാഗ് ചെയ്ത് അതിൽ നിന്നുള്ള കമ്മീഷൻ അല്ലാതെ തന്നെ നമുക്ക് അതിൽ നിന്ന് ബോണസ് എല്ലാം ലഭിക്കാനുള്ള ഓപ്ഷൻ കൂടി യൂട്യൂബ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തെല്ലാമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് എന്നെല്ലാം. ആദ്യമായി എങ്ങനെയുള്ള ചാനലുകൾക്കെല്ലാമാണ് ഇതിനുള്ള പെർമിഷൻ എല്ലാം ലഭിക്കുന്നത് അല്ലെങ്കിൽ എലിജിബിലിറ്റി എല്ലാം ലഭിക്കുന്നത് എന്ന് നോക്കാം. യുവർ ചാനൽ ഈസ് ഇൻ ദി യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം. അതായത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയ ഒരു ചാനലായിരിക്കണം. ഇനി അടുത്തതായി പറയുന്നത് 10,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം തികഞ്ഞ ഒരു ചാനലായിരിക്കണം. ഇത്തരത്തിലുള്ളവർക്കാണ് ഈ പ്രൊഡക്റ്റ് ടാഗ് ഓപ്ഷൻസ് എല്ലാം ലഭിക്കുക. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യം, അതായത് നമ്മൾ US അല്ലെങ്കിൽ സൗത്ത് കൊറിയ, ഇന്തോനേഷ്യ, ഇന്ത്യ, തായ്ലാൻഡ് ഓർ വിയറ്റ്നാം ഇവിടെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നത്. ഇനി അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മ്യൂസിക് ചാനലുകൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ചാനലുകൾക്കൊന്നും തന്നെ ഈ ഒരു ഓപ്ഷനൊന്നും നൽകുന്നില്ല. അതായത് ഒരുപാട് മ്യൂസിക് ചാനലുകളെല്ലാം ഉണ്ടാകാം. അങ്ങനെയുള്ള ചാനലുകൾക്ക് ഈ ഒരു ടാഗ് ഓപ്ഷനൊന്നും ലഭിക്കില്ല, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനമൊന്നും ലഭിക്കില്ല. അതുപോലെ നമ്മുടെ ചാനൽ മെയ്ഡ് ഫോർ കിഡ്സ് എന്ന കാറ്റഗറിയിൽ വരാതിരിക്കാൻ നോക്കണം. അതായത് ഇത്തരത്തിൽ മെയ്ഡ് ഫോർ കിഡ്സ് എന്ന കാറ്റഗറിയിലുള്ള ചാനലാണെങ്കിൽ അവർക്കും ഈ ഒരു ഓപ്ഷനൊന്നും ലഭിക്കില്ല. ഇപ്പോൾ നമ്മൾ തന്നെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ വീഡിയോസ് എല്ലാം നിങ്ങൾ മെയ്ഡ് ഫോർ കിഡ്സ് എന്ന കാറ്റഗറിയിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള, അതായത് സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് എന്നാണ് പറയുന്നത്, കൂടുതൽ വീഡിയോസ് എല്ലാം നിങ്ങൾ മെയ്ഡ് ഫോർ കിഡ്സ് ആയിട്ടാണ് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എങ്കിൽ അവർക്കും ഇത്തരത്തിൽ ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ഇതിൻ്റെ ആക്സസ് ഒന്നും ലഭിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു കാര്യമൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നിന്നും നമുക്ക് ബോണസ് പോയിൻ്റ് എല്ലാം എങ്ങനെയാണ് ലഭിക്കുക. ഇപ്പോൾ ഇവിടെ ബോണസ് പീരീഡ് എന്നൊരു പീരീഡ് എല്ലാം തന്നിട്ടുണ്ട്. ഇപ്പോൾ നവംബർ 1 മുതൽ നവംബർ 30 വരെ, അതുപോലെ ഡിസംബർ 1 മുതൽ ഡിസംബർ 31 വരെ, ഇങ്ങനെയെല്ലാമാണ് ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ബോണസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ബോണസ് ടയർ എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി നമുക്ക് ബോണസ് എല്ലാം വരുന്നത് എന്ന് നോക്കാം. $2,000 പ്രൊഡക്ട്സ് എല്ലാം സെൽ ചെയ്യുകയാണെങ്കിൽ $100 ഇത് ബോണസായി നൽകുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കിൽ നിന്നും $10,000 എല്ലാം തന്നെ സെയിൽ നടക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും $500 എല്ലാം നമുക്ക് ബോണസായി നൽകുന്നതായിരിക്കും. അതായത് നമ്മുടെ കമ്മീഷൻ്റെ പുറമെയാണ് നമുക്ക് ഈ ബോണസ് എല്ലാം ലഭിക്കുന്നത്. അതുപോലെ $50,000 എല്ലാമാണ് ഇപ്പോൾ നിങ്ങൾ സെയിലെല്ലാം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് വഴി ലഭിച്ചിരിക്കുന്നത് എങ്കിൽ ഇതിൽ നിങ്ങൾക്ക് $2,500 ബോണസായി ലഭിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രൈറ്റീരിയ എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു അഡീഷണൽ വരുമാനം എന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എലിജിബിലിറ്റി എല്ലാം ഇതെല്ലാം തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യമെല്ലാം ഇതെല്ലാം തന്നെ ഓൺ ചെയ്ത് വയ്ക്കുക. അതുപോലെ നിങ്ങളുടെ പഴയ വീഡിയോസിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ വീഡിയോസിൽ വേണമെങ്കിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം എഡിറ്റ് ചെയ്ത് അതിൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഇങ്ങനെ പ്രൊഡക്ട്സ് എല്ലാം ടാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു വീഡിയോയുമായി റിലേറ്റ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ഒരു അൺബോക്സിങ് എല്ലാമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു അൺബോക്സിങ് മോഡലെല്ലാം തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ടാഗായി കൊടുക്കാം. അതുപോലെ ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെക്കുറിച്ചെല്ലാമുള്ള ഇൻഫർമേഷൻ എല്ലാം കൊടുക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്ട്സുകളെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ പ്രൊഡക്ട്സ് ടാഗായി കൊടുക്കാം. ഇങ്ങനെയെല്ലാം ചെയ്യുക വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലേക്ക് കൂടുതൽ വരുമാനമെല്ലാം കൊണ്ടുവരാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.